കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ പേര് മാറ്റും. പേരിന് പിന്നിൽ ഭർത്താവിന്റെ പേര് കൂടെ ചേർക്കും. അപ്പോൾ ദുൽഖർ സൽമാൻ ബാംഗ്ലൂർ ഡേയ്സിൽ ചോദിക്കുന്നത് പോലെ നമുക്കും ചോദിക്കാം, പേര് മാറ്റണം എന്നത് ബോണസ് ആണോ എന്ന്. അതേ ചോദ്യം ചില സിനിമാ താരങ്ങളോടും ചോദിക്കാം, പേര് മാറ്റണം എന്നത് ബോണസ് ആണോ. നമ്മുടെ മിക്ക താരങ്ങളും ഇന്നറിയപ്പെടുന്നത് അവരുടെ യഥാർത്ഥ പേരിലല്ല. പല നായികമാരും വന്ന സമയത്തുള്ള പേരുകളല്ല. നമ്മുടെ ഏറ്റവും പ്രശസ്തയായ നടി നയൻതാരയുടെ യഥാർത്ഥ പേര് ഡയാന കുര്യൻ എന്നാണ്. അതുപോലെ തന്നെ ശ്രീവിദ്യയുടെ പേര് മറ്റൊന്നാണ്. അങ്ങനെ ഒരുപാട്, ശാരദയുടെ പേര് അതല്ല. അങ്ങനെ കുറെ നടിമാരുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള പേരുമാറ്റൽ ഏറ്റവും അധികം ഉണ്ടായത് ബാലചന്ദ്ര മേനോന്റെ നായികമാർക്കാണ്. ഏറ്റവും അധികം പുതുമുഖങ്ങളെ അവതരിപ്പിച്ചതും അദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പുതുമുഖങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ മുന്നോട്ട് വന്നിട്ടുള്ളതും. ഒരുപാട് പ്രശസ്തരായ നായികമാരെ, ശോഭനയെ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചത് ബാലചന്ദ്ര മേനോന്റെ സിനിമകളിലൂടെ തന്നെയാണ്. ആ സിനിമകളിൽ എത്തുന്നതിന് മുൻപ് ഇവരെല്ലാവരും പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടന്മാർ മാറ്റുന്നതിനേക്കാൾ അധികം നടിമാരാണ് പേര് മാറ്റുന്നത്. ആദ്യ ചിത്രത്തിൽ സംവിധായകൻ നിശ്ചയിക്കുന്ന പേരിലാകും പിന്നീട് നടി അറിയപ്പെടുന്നത്. അങ്ങനെ പേര് മാറ്റാൻ കാരണങ്ങൾ പലതാവാം. എന്തു തന്നെ ആയാലും പിന്നീട് താരങ്ങൾ അറിയപ്പെടുന്നത് ഈ പേരുകളിലായിരിക്കും. ഇങ്ങനെ പേര് മാറ്റിയ ചില മലയാള നടിമാരുണ്ട്. ശാരദ. സരസ്വതി ദേവി എന്നാണ് ആദ്യകാല നടിയും ദേശീയ പുരസ്കാര ജേതാവുമായ ശാരദയുടെ യഥാർത്ഥ പേര്. പിന്നീട് നിർമ്മാതാവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണത്രേ ശാരദ എന്ന പേര് സ്വീകരിച്ചത്. ഷീലയുടെ യഥാർത്ഥ പേര് ക്ലാര എന്നാണ്. മലയാള സിനിമയുടെ തുടക്കകാലത്ത് തിളങ്ങിയ നായിക നടിമാരിൽ മുന്നിലാണ് ഷീല. ക്ലാര എന്ന പേരിലാണ് ജനിച്ചത്. പിന്നീട് ഈ പേര് ഒരു സിനിമാ നടിക്ക് ചേർന്നതല്ലെന്ന് കണ്ടാണ് ഷീല എന്ന പേര് സ്വീകരിച്ചത്. മഹേശ്വരി എന്നാണ് KPSC ലളിതയുടെ യഥാർത്ഥ പേര്. പ്രശസ്ത നാടക ട്രൂപ്പായ KPSCയിൽ വന്നതിന് ശേഷമാണ് ലളിത എന്ന പേര് സ്വീകരിച്ചത്. കാലക്രമത്തിൽ അത് KPSC ലളിത എന്നായി. നമ്മുടെ രേവതിയും. ആശാ കേളുണ്ണി നായർ തന്റെ ആദ്യ ചിത്രത്തിനു വേണ്ടി സംവിധായകൻ ഭാരതി രാജ നിർദ്ദേശിച്ചത് പ്രകാരമാണ് രേവതി എന്ന പേര് സ്വീകരിച്ചത്. ഒരു സൗത്ത് ഇന്ത്യൻ നടിക്ക് ആശ എന്ന പേരിൽ ചേരില്ല എന്നായിരുന്നു കാരണം. പാർവതിയുടെ യഥാർത്ഥ പേര് അശ്വതിക്കുറുപ്പാണെന്ന് പലർക്കും അറിയാം, അല്ലെ? പാർവതി സിനിമയിൽ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സിനിമയിൽ എത്തിയ സമയത്ത് അശ്വതി എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് സിനിമാക്കാര് മാത്രമാണ് പാർവതി എന്ന് പറയുന്നത്. കവിത രഞ്ജിനി എന്നാണ് ഉർവശിയുടെ യഥാർത്ഥ പേര്. ആദ്യ ചിത്രത്തിന് ശേഷം സംവിധായകനാണ് ഉർവശി എന്ന പേര് നിർദ്ദേശിച്ചത്. നവ്യയുടെ യഥാർത്ഥ പേര് ധന്യ എന്നാണ്. ആദ്യ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് സംവിധായകൻ സിബി മലയിലാണ് ധന്യ നായരെ നവ്യ നായരാക്കിയത്. നയൻതാരയാണ് ഏറ്റവും അധികം പ്രശസ്തിയായത്. ഡയാന കുര്യമാണ് ഹിന്ദുമതം സ്വീകരിച്ച് നയൻതാരയായത്. യഥാർത്ഥത്തിലും നയൻതാരയുടെ പേര് നയൻതാര എന്ന് തന്നെയാണ്. ഭാവന. കാർത്തിക മേനോൻ എന്നായിരുന്നു ഭാവനയുടെ പേര്. എന്നാൽ പിന്നീട് കാർത്തിക മേനോന്റെ പേര് മാറ്റി ഭാവന എന്നാക്കിയത് ബാലചന്ദ്ര മേനോനാണ്. രേഖിത കുറുപ്പ് എന്നായിരുന്നു ഭാമയുടെ യഥാർത്ഥ പേര്. നിവേദ്യം എന്ന ആദ്യ ചിത്രത്തിനു വേണ്ടി ലോഹിതദാസ് ആണ് ഭാമ എന്ന പേരിട്ടത്. അതുപോലെ തന്നെ നിരവധി താരങ്ങളുടെ പേരുകൾ ഇങ്ങനെ ബാലചന്ദ്ര മേനോൻ പേരുകൾ മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം, അല്ലെ? സംവിധായകനും അഭിനേതാവുമായ ബാലചന്ദ്ര മേനോൻ തന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹമാണ് പലപ്പോഴും പല താരങ്ങളുടെയും പേര് മാറ്റിയത് എന്ന് പറയപ്പെടാറുണ്ട്. മീര ജാസ്മിനൊക്കെ വലിയൊരു റീച്ചാണ് ലഭിച്ചത്. തമിഴിലൊക്കെ മീര ജാസ്മിന്റെ പേര് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു. ബാലചന്ദ്ര മേനോൻ പേരുമാറ്റിയ നായികമാരൊക്കെ പിന്നീട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരൊക്കെ പിന്നീട് വലിയ നിലയിലെത്തിയെന്നും പറയപ്പെടുന്നു.